السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ നാളെ നമ്മളെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച കവിതയായ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന 100ഓളം വരുന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എടുക്കാനുള്ള വിഷയം ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خلف وفي ذات الرقاع علما كيف صلاة الخوف والقصر نمي وآية الحجاب والتيمم قبل ورحمه اليهوديين ومولد الصبت الرضا الحسيني. جزاكم الله خيرا. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഖുൽഫുൻ വഫീ ദാത്തി റിഖാഇ അല്ലമ, അഥവാ അതിനുശേഷം പറയുന്നത് വഫീ ദാത്തി റിഖാ, ദാത്തു റിഖാഇനെ കുറിച്ചാണ്. അഥവാ ദാത്തു റിഖാ എന്ന് പറയുന്ന പടയൊരുക്കമാണ്. എന്താണ് സഹോദരങ്ങളെ റിഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മുറിവുണ്ടാകുമ്പോൾ കെട്ടുന്ന തുണിക്കാണ് അറബിയിൽ റിഖാ എന്ന് പറയുക. നമ്മൾ കൈകളിലോ അതല്ലെങ്കിൽ കാലുകളിലോ സംഭവിക്കുന്ന മുറിവുകൾ അത് ഉണങ്ങാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന തുണിയാണ് റിഖാ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ദാത്തു റിഖാ എന്ന് പേര് വരാനുള്ള കാരണം? കഠിനമായ ചൂടിന്റെ സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്, അഥവാ നല്ല ചൂടുള്ള സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധപ്പുറപ്പാട് ചൂടുള്ള സമയത്തിനായതിനാൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോയ സഹാബിമാരുടെ കാലിന് വലിയ രൂപത്തിലുള്ള പ്രയാസം നേരിടേണ്ടി വന്നു. ആ പ്രയാസം കുറക്കാൻ വേണ്ടി സഹാബത്ത് എന്ത് ചെയ്തു? ഈ തുണി കൊണ്ട് അവർ കാലിൽ കെട്ടുകയുണ്ടായി. അവർ കാലിൽ കെട്ടി അവർ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. ആ ഒരു കാര്യത്തിനാലാണ് ഈ യുദ്ധത്തിന് ദാത്തു റിഖാ എന്നുള്ള പേര് വരാനുള്ള കാരണം. അതല്ലാതെ ഒരു സ്ഥലത്തേക്ക്, പൊതുവെ എന്താണ് എല്ലാ യുദ്ധങ്ങളും ഒരു സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ബദർ യുദ്ധം, അത് ബദർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഉഹദ് നമുക്കറിയാം. പൊതുവെ യുദ്ധത്തിന് എന്താണ് ഈ രൂപത്തിലുള്ള പേരുകൾ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ്. പക്ഷേ ഈ യുദ്ധത്തിന് പേര് വന്നത് എന്താണ്? ദാത്തു റിഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ യുദ്ധം എന്നാണ് അതിന് പറയുക, ദാത്തു റിഖാ. അത് സഹാബത്തിന് കാലിൽ പ്രയാസമുണ്ടായി. അവർ എന്ത് ചെയ്തു? ആ മുറിവ് ലഘൂകരിക്കാൻ വേണ്ടി റിഖാ, തുണി കൊണ്ട് കെട്ടിയത് കൊണ്ടാണ് ദാത്തു റിഖാ എന്ന് പേര് വന്നത്. എവിടെയാണ് ഈ യുദ്ധം നടക്കുന്നത്? നജ്ദ് ഭാഗത്തുള്ള ബനു സഅലബ അതുപോലെ തന്നെ ബനു മഹാരിബ് എന്ന ഗോത്രവുമായി യുദ്ധം ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പുറപ്പെട്ടു. പറഞ്ഞു വന്നത് നജ്ദ് ഭാഗത്തുള്ള ബനു സഅലബ അതുപോലെ തന്നെ ബനു മഹാരിബ് എന്ന ഗോത്രവുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പുറപ്പെട്ടു. പക്ഷേ ഈ യുദ്ധം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന് കേട്ടപ്പോൾ ആ ഗോത്രങ്ങൾ ഭയപ്പെടുകയും യുദ്ധത്തിന് തയ്യാറാകാതെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മുസ്ലിമീങ്ങൾ അവിടെ എത്തിയതിനു ശേഷം തിരിച്ചു വരികയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അവിടെ എന്ത് നടന്നിട്ടില്ല? ഒരു യുദ്ധം നടന്നിട്ടില്ല. ഇതാണ് ദാത്തു റിഖാ എന്ന പേരിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം
അല്ലമ കൈഫു സ്വലാത്തിൽ ഖൗഫി. അവിടെ ഇവിടെ അല്ലമ എന്നാണ് ഉപയോഗിച്ചത്. 2 നിസ്കാരങ്ങളാണ് പഠിപ്പിച്ചത്. അതിൽ ആദ്യത്തേത് കൈഫ സ്വലാത്തുൽ ഖൗഫി. സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ഭയത്തിന്റെ നിസ്കാരം എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. പക്ഷേ ഇവിടെ ഉദ്ദേശം എന്താണ്? യുദ്ധമുണ്ടാകുമ്പോഴുള്ള നിസ്കാരം, യുദ്ധത്തിന്റെ വേളയിൽ ഉള്ള നിസ്കാരം ഏതു രൂപത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഇബ്നു അബിൽ ഐസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ദാത്തു റിഖാ, ഈ യുദ്ധം നടക്കുന്ന വേളയിലാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ഇബ്നു അബിൽ ഐസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് വേറെ സന്ദർഭങ്ങളിലായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റ് ഒരു യുദ്ധം നടന്ന വേളയിലാണ് സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ആ യുദ്ധം ഉസ്ഫാൻ യുദ്ധമാണ് എന്നതാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു അബിൽ ഐസ് അൽ ഹനഫി പറയുന്നത് ദാത്തു റിഖാഇന്റെ വേളയിലാണ് സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിക്കപ്പെട്ടത് എന്നതാണ്. എന്തായാലും സഹോദരങ്ങളെ, ഈ നിസ്കാരം പഠിപ്പിക്കപ്പെട്ടത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിസ്കാരം പഠിപ്പിക്കപ്പെട്ടത്. ഇനി ഈ നിസ്കാരം പൊതുവെ സാധാരണ നിസ്കാരങ്ങൾ പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് പല രൂപങ്ങളുമുണ്ട്. ഹദീസിന്റെ വിശദീകരണങ്ങളിൽ അതിന്റെ ധാരാളം രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖത്താബി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം, സ്വലാത്തുൽ ഖൗഫി അൻവാഉൻ, യുദ്ധത്തിന്റെ വേളയിലുള്ള നിസ്കാരം അത് പല ഇനങ്ങളാണ്. സ്വല്ലല്ലാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അയ്യാമിൻ മുഖ്തലിഫ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത ദിവസങ്ങളിൽ ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ വേളയിൽ. വ അഷ്കാലിൻ മുതബായിന, വ്യത്യസ്ത രൂപങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, യതഹറ ഫീ കുല്ലിഹാ മാ അഹ്വതു ലിസ്സലാഹ്, ഇതിലേത് രൂപങ്ങളായാലും ഒരു യുദ്ധം നടക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു യുദ്ധം ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ യുദ്ധം ഏതൊക്കെ രൂപത്തിലാണോ അതിന് അനുയോജ്യമായ രൂപത്തിലായിരിക്കണം സ്വലാത്തുൽ ഖൗഫ്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് അറിഞ്ഞിരിക്കണം. വഅബ്ലഗു ഫിൽ ഹിറാസ, അതുപോലെ തന്നെ നമുക്ക് കാവൽ നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ എങ്ങനെയാണോ നിസ്കരിക്കാൻ സാധിക്കുക ആ രൂപത്തിലായിരിക്കണം നിസ്കാരമെന്ന് ഖത്താബി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്. ഇതിന്റെ രൂപവും അതിൻ്റെതായ കാര്യങ്ങളുമൊക്കെ നമ്മൾ എവിടെ പഠിക്കാം? അഹ്സൻത്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അതിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, സബത ഫീ സ്വലാത്തിൽ ഖൗഫി സിത്തത അഹാദീസ് ഔ സബ്അ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന്റെ നിസ്കാരം 6-7 ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഇതിലേത് രൂപത്തിലും ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അജാസ, അവനത് അനുവദനീയമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നുണ്ട്. അഥവാ ഇതിന്റെ രൂപങ്ങൾ നമ്മൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇൻഷാ അല്ലാഹ് പഠിക്കും. അഥവാ ചുരുക്കി പറഞ്ഞാൽ ദാത്തു റിഖാഇന്റെ വേളയിൽ സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. കാരണം യുദ്ധത്തിന്റെ വേളയിൽ പോലും എന്തിനൊഴിവില്ല? നിസ്കാരത്തിന് ഒഴിവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിന്റെ വേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോകുന്ന അവസ്ഥയാണ്. ആ വേളയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം അത് ഒഴിവാക്കാൻ നമുക്ക് ഇളവ് നൽകിയിട്ടില്ല. ചില ജമാഅത്ത് നിസ്കാരം മാത്രമല്ല, നിസ്കാരം തന്നെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് നൽകിയിട്ടില്ല? ഇളവ് നൽകിയിട്ടില്ല. ചില ആളുകൾ നമുക്ക് കാണാം, രോഗം വന്നാൽ എന്തുണ്ടാവില്ല, അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല, നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ട്. ഒരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുബഹിന്റെ നേരമാണെങ്കിൽ അവരെന്ത് ചെയ്യും? വക്ത് കഴിയുന്നത് വരെ അവർ ഉറങ്ങും. നിസ്കാരം എന്താവും? വക്തിന് ശേഷം നിസ്കരിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവർ തൗബയാണ് ചെയ്യേണ്ടത്, നിസ്കരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് നിസ്കാരം എന്തായി?
അത് നിസ്കരിച്ചതിനെ കൊണ്ട് കാര്യമില്ല, മറിച്ച് അവരെന്താണ് ചെയ്യേണ്ടത്? തൗബ ചെയ്യണമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിക്കണം എന്നിട്ട് തൗബ ചെയ്യണം എന്ന് പറഞ്ഞതായും കാണാം. അപ്പോ ഇവിടെ ജമാഅത്തായിട്ടാണ് രണ്ടാമത്തെ വിഷയം. അതാണ് ജമാഅത്തിന്റെ ഒഴിവും ഇവിടെ ഇല്ല. കാരണം സലാത്തുൽ ഖൗഫ് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? ജമാഅത്തായിട്ടാണ്. ഒരു വിഭാഗം, അത് ഖുർആനിൽ ആയത്തുണ്ട് എങ്ങനെയാണ് അതിന്റെ രൂപം, അത് 7ഓളം അതാണ് പറഞ്ഞത്. അതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയം എന്തെന്നാൽ അത് ഇസ്ലാമിന്റെ അമൂദാണ്, തൂണാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വലാ, നിസ്കാരമാണ്. വമൻ തറകഹാ ഫഖദ് കഫർ, ആരാണോ അത് ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, നിസ്കാരം നമുക്ക് തൊണ്ടക്കുഴിയിൽ റൂഹ് ഏത് സമയം വരെയുണ്ടോ ആ സമയം വരെ നിസ്കരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, എന്താണ്, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ നിന്ന് നിസ്കരിക്കുക, അതിന് കഴിയില്ലെങ്കിലോ ഇരുന്ന് നിസ്കരിക്കുക, അതിനും കഴിയില്ലെങ്കിലോ എങ്ങനെയാ ഒരു ഭാഗം ചെരിഞ്ഞ് നിസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിലോ മലർന്നുകൊണ്ട് നിസ്കരിക്കുക, അതിനും സാധിക്കുന്നില്ലെങ്കിലോ കണ്ടുകൊണ്ട് നിസ്കരിക്കുക. ഒരിക്കലും എന്തില്ല, നമുക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഇളവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബറക്കല്ലാഹു ഫീക്കും. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം, വൽ ഖസ്റു നുമിയ, എന്താണ്, നിസ്കാരം ചുരുക്കാനുള്ള ഇളവും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൽ അത് നൽകി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയെങ്കിലും നമുക്ക് ചില വേളകളിൽ എന്ത് ചെയ്യാം, അതിനെ ചുരുക്കാം. ഏതാണ് ആ വേള? യാത്ര. നമുക്കറിയാം, യാത്രക്കാരന് 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കാനുള്ള ഇളവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതിനാണ് ഖസ്ർ എന്ന് പറയുക. സ്വലാത്തുൽ ഖസ്ർ, അല്ലെങ്കിൽ നിസ്കാരം ഖസ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2ആക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ജംഅ് എന്ന് എന്തിനാ പറയുക? ഒരു നിസ്കാരത്തിനെ മറ്റൊരു നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കുക, ജംഅ് ചെയ്യുക, ഒരുമിപ്പിക്കുക, അതിനാണ് ജംഅ് എന്ന് പറയുക. പണ്ടാരോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, എന്താണ് ജംഉം ഖസ്റും എന്ന് ചോദിച്ചപ്പോ ളുഹറിന്റെ കൂടെ അസ്ർ നിസ്കരിക്കുന്നതിന് ജംഉം അസ്റിന്റെ കൂടെ ളുഹർ നിസ്കരിക്കുന്നതിന് ഖസ്റും എന്ന് പറയാം എന്ന് ചില ആളുകൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഖസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ചുരുക്കി 2ആക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ളുഹറിന് അസറിന്റെ കൂടെ ആയാലും അസറിന് ളുഹറിന്റെ കൂടെ ആയാലും നിസ്കരിക്കുന്നതിന് പറയുന്ന പേരാണ് ജംഅ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. ഇനി ളുഹർ അസർ ഇശാ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഖസ്റാക്കാൻ സാധിക്കുക. മഗ്രിബ് ഖസ്ർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സുബൈ ഓൾറെഡി 2 റക്അത്ത് തന്നെയാണ്. ഹിജ്റ 4 എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. അഥവാ നിസ്കാരം ഖസ്റാക്കാം എന്നുള്ളത് ഹിജ്റ 4 എന്നാണ് ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിസ്കാരം ഖസ്റാക്കുക എന്നുള്ളത് ആർക്ക് മാത്രമാണ്? യാത്രക്കാരന് മാത്രമാണ്. നിസ്കാരത്തെ ചുരുക്കുക എന്നുള്ളത് യാത്രക്കാരന് മാത്രം നിയമമാക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ജംഉ അത് യാത്രക്കാരന് മാത്രമല്ല, മറ്റു ചില ആളുകൾക്കും അനുവദനീയമാണ്. ഉദാഹരണത്തിന് രോഗി, അതുപോലെ തന്നെ എന്താണ്, മറ്റു ചില ആവശ്യങ്ങൾ, ഒരു നിവർത്തിയുമില്ലാത്ത അവസ്ഥ. ഇൻഷാ അല്ലാഹ് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിക്കും. ജംഅ് ചെയ്യാൻ യാത്രക്കാരന് മാത്രമല്ല, രോഗികൾക്കും അതുപോലെയുള്ള ആളുകൾക്കും സാധിക്കും. എന്നാൽ ഖസ്ർ എന്നുള്ളത് യാത്രക്കാരന് മാത്രം അനുവദനീയമായ കാര്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ പിന്നീട് പറയുന്ന കാര്യം വആയത്തുൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി. ഹിജ്റ 4 വർഷമാണ് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾ അവരുടെ ശരീരവും മുഖവും കൈയും എല്ലാം മറക്കുന്നതിനെയാണ് ഹിജാബ് എന്ന് പറയുക. അവരുടെ സ്ത്രീകളുടെ മുഖവും കൈയും എല്ലാ ഭാഗങ്ങളും മറക്കുന്നതിനെയാണ് ഹിജാബ് എന്ന് പറയുക. ഈ ആയത്ത് ഇറങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിന് ശേഷം ഒരുമിച്ച് താമസിച്ച്
പിറ്റേ ദിവസമാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത്. ഇബ്നു കസീർ, മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ അൽ ഫുസൂൽ ഫി സീറത്തി റസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, ലാ ഖിലാഫ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അന്നഹു നസല സബീഹത ദുഖൂലിഹി ബിസൈനബ്, സൈനബ് റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് കൂടിയതിന്റെ പിറ്റേന്ന് രാവിലെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം. പക്ഷേ എപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസം ആരംഭിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഹിജ്റ 4-ാം വർഷമാണ് എന്നതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഹിജ്റ 3-ാം വർഷവും 5-ാം വർഷവും എന്നൊക്കെ അഭിപ്രായം പറഞ്ഞതായി കാണാം. ഇനി സഹോദരങ്ങളെ, ഏതാണ് ഹിജാബിന്റെ ആയത്ത്? ഏതാണ്? യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറയുന്ന സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം മുഖം മറക്കേണ്ടതില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്നതായി കാണാം. ഒരു പണ്ഡിതന്മാരും എന്തു പറഞ്ഞിട്ടില്ല? മുഖം മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മുഖം മറക്കേണ്ടതില്ല എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞതായി കാണാൻ സാധിക്കുകയില്ല. മറിച്ച് എന്താണ് ഇവിടെ അഭിപ്രായ ഭിന്നതയുള്ളത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു മുഖം മറക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അവർ മുഖം മറക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി ഇത് സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഒക്കെ അവരുടെ ഭാര്യമാരും മക്കളും മുഖം മറക്കാതെ നടന്നു എന്ന ചിന്തയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മക്കളെയും അതുപോലെ തന്നെ ഭാര്യമാരെയും പുറത്തിറങ്ങുമ്പോൾ ഏത് രൂപത്തിലാണ് കൊണ്ടു നടന്നത്? മുഖം മറച്ച അവസ്ഥയിലാണ്. അവിടെയുള്ള ആളുകൾ എന്തു പറഞ്ഞു? ഷെയ്ഖ് അൽബാനിയാണ് പൊതുവെ ഇങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുക. ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട് സുന്നത്താണ് എന്നുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഭാര്യമാരെയും മക്കളെയും പുറത്തിറക്കുമ്പോൾ ഈ രൂപത്തിലാണ് നടക്കാറുള്ളത്. ചില ആളുകൾ പറഞ്ഞു ഖാലഫ തഖ്വാഹു വ ഫത്വാഹു, അദ്ദേഹത്തിന്റെ തഖ്വയും ഫത്വയും വ്യത്യസ്തമാണല്ലോ. കാരണം ഫത്വ എന്താണ്? സുന്നത്താണ്. പക്ഷേ അദ്ദേഹം തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെയും ഭാര്യമാരെയും മുഖം മറച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആളുകളെങ്കിലും ധരിക്കുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണ്ട എന്നുള്ളതാണ്. ഇത് വലിയ തെറ്റായ കാര്യമാണ്. ചില ആളുകളുടെ വിചാരതാണ് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബത്തിന്റെ അടുക്കൽ അവർ ചെയ്തിരുന്ന കാര്യം എന്താണ്? സമിഅന വ അതഅന, അത് ചെയ്യാറാണ് അവരുടെ ശൈലി. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ അഹ്ലു സുന്നയാണെന്ന് വാദിക്കുന്നു. പക്ഷെ നമ്മുടെ അടുക്കൽ സുന്നത്തിന്റെ തോത് എത്രയാണ്? നമ്മൾ ഉസ്താദുമാരോട് ചോദിക്കും, ഉസ്താദ് ഇത് ചെയ്യൽ സുന്നത്താണോ അതോ വാജിബാണോ? എന്തിനാ ചോദിക്കുന്നത്? ഇത് ഉപേക്ഷിക്കാണ്. സത്യസന്ധമായി നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഉസ്താദെ ഇന്ന കാര്യം ചെയ്യൽ അത് സുന്നത്താണോ നിർബന്ധാണോ? സുന്നത്താന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ്, അത് ചെയ്യാനാ? അല്ല, നാളെ മുതൽ എന്ത് ചെയ്യാ? ഇതുവരെ ചെയ്തത് അതങ്ങ് ഒഴിവാക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് വലിയ മുസീബത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമിഅന വ അതഅന, പിന്നീട് അത് സുന്നത്താണോ വാജിബാണോ എന്നത് നോക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യുക. എന്തിനാണ് പണ്ഡിതന്മാർ സുന്നത്താണ് വാജിബാണ് എന്നിങ്ങനെ വേർതിരിക്കുന്നത്? അത് അതിന്റെ അഹ്കാമുകൾ വിധി പറയുക എന്നത് മാത്രമാണ്. അതല്ലാതെ അത് ചെയ്യരുത് എന്നൊരാളും പറഞ്ഞിട്ടില്ല. ആ രൂപത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളോട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർബന്ധമില്ല, അങ്ങനെ തന്നെ പറയുന്നത് കേൾക്കാം. അത് നിർബന്ധമില്ല. അത് കേൾക്കുന്ന ആളുകൾ എന്താ കരുതുക? ചെയ്യേണ്ടതില്ല. അങ്ങനെയല്ല. ഇനി സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പറഞ്ഞ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിത്നയുടെ കാലഘട്ടമാണ് എങ്കിൽ അവർ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. ഇനി നമ്മൾ ചോദിക്കുക, ഈ കാലഘട്ടം ഫിത്നന്റെ കാലഘട്ടമാണോ അല്ലയോ? ആണെന്നതിൽ ഒരാൾക്ക് സംശയമില്ല, ഒരാൾക്ക് പോലും സംശയമില്ല. ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിത്നയുടെ കാലഘട്ടമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിൽ ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മുഖം മറക്കൽ ആവശ്യമില്ല, അത് 6-ാം നൂറ്റാണ്ടിന്റെ കാര്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ കാര്യം വളരെ അത്ഭുതമാണ്. ഇത് ഞാനിവിടെ പറഞ്ഞു വെച്ചത് ഒരു ചർച്ച എന്നുള്ള നിലക്കാണ്. ഇനി തെളിവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നതിനോടാണ് യോജിക്കുന്നത്, ശറഈയായി നോക്കുകയാണെങ്കിൽ. ഇനി സഹോദരങ്ങളെ, അഖ്ലിയായി നമുക്ക് ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഭാര്യ
നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, അവരെ നോക്കി ഒരുവൻ ഇങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാണാണെങ്കിൽ നമുക്ക് എന്താണ് തോന്നുക? ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനു സാധിക്കുകയില്ല? അത് കണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി വെച്ച കാര്യമാണ്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അതല്ലാതെ അവരെ ഒതുക്കാൻ വേണ്ടിയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു അമാനത്താണ് നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഏതു രൂപത്തിൽ നോക്കണം? രാജ്ഞിമാരെ പോലെ നോക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, നിരീശ്വരവാദികൾ, അതല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ എന്തിനാണ്? അവരെ കാണണം, അവരെ ആസ്വദിക്കണം എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്യാണ്? മുസ്ലിം ഉമ്മത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മളാണ് ഏറ്റവും നസീഹത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ മറികടക്കാൻ അവർ നോക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണത്? വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അത് കാഫിരീങ്ങൾക്ക് വെറുപ്പുണ്ടായാലും ശരി. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നതാണ് കൂടുതലായി നമുക്ക് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചതായി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ഉപദേശമായി സ്വീകരിക്കേണ്ടതാണ്. അഥവാ നമ്മുടെ പെൺമക്കളുടെ വിഷയം, നമ്മുടെ ഭാര്യമാരുടെ വിഷയം, നമ്മുടെ ഉമ്മമാരുടെ വിഷയം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. സലഫുകൾ പറഞ്ഞതായി കാണാം, വീട്ടിലുള്ള സ്ത്രീകൾ അവർ മോശമായി പോകാനുള്ള കാരണം എന്തെന്നാൽ ആ വീട്ടിലുള്ള ആണുങ്ങളുടെ അഴകുഴമ്പൻ നിലപാടാണ്. സത്യമാണ് ആ വാക്ക് അല്ലെ? പൊതുവെ പണ്ടേ പറയാറുണ്ട്, വീട്ടിലെ ആണ് നന്നായാൽ ആ വീട് നന്നാവും എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ കോലത്തിലുള്ള പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ സ്ത്രീകളെ പുറത്തിറക്കണം, അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കാണുന്നതാണ്. നമ്മൾ യാത്രക്കാരാണ്, അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചനായി പോകുമോ എന്നുള്ള പേടിയാണ്. എന്തിനാണ് ഭയപ്പെടേണ്ടത്? റബ്ബിന്റെ ദീൻ നമ്മൾ പറയുന്നതിൽ ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ ചില ആളുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാളുടെ ആക്ഷേപവും അവർക്ക് പ്രയാസമില്ലാത്ത കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത് വത്തയമ്മുമി, പിന്നീട് നമുക്ക് തയമ്മും പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ് തയമ്മുമിന്റെ ആയത്ത്? ഏതാണ്? മാഇദ? ജസാക്കുമുല്ലാഹു ഖൈറൻ. 7 അല്ല 6 ബാറക്കല്ലാഹു ഫീക്കും. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. ഇതെന്താണ്? വുളൂഇന്റെ ആയത്താണ്. വുളൂഇന്റെ ആയത്ത് കഴിഞ്ഞ് തൊട്ടുടനെ പിന്നെ എന്താണ് പറയുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു, അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫതയമ്മമു സ്വഈദൻ തയ്യിബ, നിങ്ങൾ ഭൂമിയിലെ പ്രതലത്തിൽ തയമ്മും ചെയ്യുക എന്ന് തുടങ്ങുന്ന ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത് ഹിജ്റ 4 എന്നതാണ് ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ബനു മുസ്തലഖ് യുദ്ധത്തിന് ശേഷമാണ് എന്നും പറഞ്ഞതായി കാണാം. അഥവാ ഹിജ്റ 5 വർഷത്തിലാണ് ബനു മുസ്തലഖ് യുദ്ധം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ അതല്ല, ഹിജ്റ 4 വർഷത്തിലാണ് എന്നതാണ് ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം? റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ മറ്റു ചില സഹാബിമാരും ഒരു യാത്ര ചെയ്യവേ യാത്രക്കിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ആഭരണം കളഞ്ഞുപോയി. അങ്ങനെ അവർ യാത്രാ മധ്യേ വിശ്രമിക്കാൻ നിർത്തിയതായിരുന്നു. അങ്ങനെ ആ യാത്ര തുടരാൻ പോകുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആഭരണം നഷ്ടപ്പെട്ട വിവരം ഇവർ അറിയുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? ഈ ആഭരണം അത് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവരുടെ കയ്യിൽ പ്രത്യേകിച്ച് എന്തില്ല? വുളൂ ചെയ്യാനുള്ള വെള്ളമില്ല. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ആ സ്ഥലത്തും എന്തില്ല? വെള്ളമില്ല. ഈ സാഹചര്യത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ
നമുക്ക് കാണാൻ സാധിക്കും. ഇതും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു എളുപ്പ വഴിയാണ്. അഥവാ വുളു ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭൂമി മുഴുവൻ എന്താണ്? മണ്ണാണ്. അതുകൊണ്ട് നമുക്ക് തയമ്മും ചെയ്യാം. അതിനുശേഷം ഷേഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് വറജ്മുഹു അൽ യഹൂദിയൈൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 യഹൂദികളെ കല്ലെറിഞ്ഞു കൊന്നതാണ് പിന്നീട് പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? അതായത് ഒരു ജൂതനും അതുപോലെ തന്നെ ഒരു ജൂത സ്ത്രീയും എന്ത് ചെയ്തു? വ്യഭിചരിച്ചു. അവർ രണ്ടുപേരും വ്യഭിചരിച്ചു. അങ്ങനെ അവർ തന്നെ, ജൂതന്മാർ തന്നെ എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി എന്താണോ അദ്ദേഹം പറയുന്നത് അത് നമുക്ക് സ്വീകരിക്കാമെന്ന് അവരെന്ത് ചെയ്തു? തീരുമാനമെടുത്തു. അങ്ങനെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, മാ തജിദൂന ഫീ തൗറാത്തി മൻ സന, നിങ്ങളുടെ തൗറാത്തിൽ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ വ്യഭിചരിച്ച ഒരുവന് എന്താണ് ശിക്ഷയായി കൊടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, വ്യഭിചരിച്ചവന്റെയും അവളുടെയും മുഖത്ത് കരിവാരി തേക്കുക, എന്നിട്ടൊരു കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് നാട് മൊത്തം ചുറ്റുക. ഇതാണ് തൗറാത്തിലെ ശിക്ഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറഞ്ഞു? ജൂതന്മാർ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅ്തു ബിത്തൗറാത്തി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരണം, എന്നിട്ട് അതിൽ ഈ ഭാഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ തൗറാത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഈ വ്യഭിചരിച്ചവനുള്ള ശിക്ഷ ആ ഭാഗം അതിങ്ങനെ പാരായണം ചെയ്ത് കേൾപ്പിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ നിയമം അവർ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിച്ചു. അപ്പോ തൗറാത്തിനെ കുറിച്ച് അറിവുള്ള സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂല, പൊത്തിപ്പിടിച്ച ഭാഗം അത് മാറ്റിക്കൊണ്ട് അവരോട് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുക. അഥവാ അവരുടെ കിതാബിലും എന്താണുള്ളത്? വ്യഭിചരിച്ചവനെയും വ്യഭിചരിച്ചവളെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ചെയ്തത്? റസൂലിനോട് അവർ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഈ രൂപത്തിൽ നാട്ടിൽ ചുറ്റി നടത്തുക എന്നതാണ്. പക്ഷേ തൗറാത്തിലും ഈ രൂപത്തിലുള്ള പരാമർശമാണ് കാണാൻ സാധിക്കുക. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ തൗറാത്തിലുള്ള ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കുക എന്ന ആ കൽപ്പന പ്രകാരം അവരെ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, വകുന്തു ഫീമൻ റജമഹുമാ, ആ കല്ലെറിഞ്ഞ് കൊന്ന കൂട്ടത്തിൽ ഞാനും ആ കൂട്ടത്തിൽ കല്ലെറിഞ്ഞിരുന്നു എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്. ഈ ഒരു സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി ഷേഖ് റഹിമഹുല്ല പറയുന്നത്, വമൗലിദു സിബ്തി റിള അൽ ഹുസൈനി, പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഷേഖ് റഹിമഹുല്ല അവിടുന്ന് പറയുന്നത്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ ജനിച്ചത് എപ്പോഴാണ്? ഹിജറ 4-ാം വർഷത്തിലാണ് ജനിച്ചത് എന്നതാണ് ഷെയ്ഖിന്റെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹിജറ 6-ലാണെന്നും ഹിജറ 7-ലാണെന്നും അഭിപ്രായപ്പെട്ടതായി കാണാം. എന്തായാലും സഹോദരങ്ങളെ, ഇവിടെ ഷെയ്ഖിന്റെ അഭിപ്രായം ഹിജറ 4-ാം വർഷത്തിലാണ് എന്നതാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഏത് വർഷത്തിലാ? അഹ്സൻത്, ഹിജറ 3-ാം വർഷത്തിലാണ് ആര് ജനിച്ചത്? ഹസൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജറ 4-ാം വർഷത്തിൽ. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദർസിൽ അവർ ഇരട്ടകളല്ല, മറിച്ച് എന്താണ്, 1 വയസ്സ് വ്യത്യാസമുണ്ട് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഹിജറ 4-ാം വർഷത്തിൽ നടന്നതായി ഷെയ്ഖ് ഇബ്നു അബിൽ ഐസ് അൽ ഹനഫി റഹിമഹുല്ല പറയുന്നത്. എത്ര കാര്യങ്ങളുണ്ട് അതിൽ? 14 കാര്യങ്ങൾ. 14 കാര്യങ്ങളാണ് ഹിജറ 4-ാം വർഷത്തിൽ നടന്നതായി ഇബ്നു അബിൽ ഐസ് അൽ ഹനഫി റഹിമഹുല്ല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ദർസിൽ നമുക്ക് ഹിജറ 5-ാം വർഷം നടന്ന കാര്യങ്ങൾ ആരംഭിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലാ വഅലം.
വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് തൊട്ടുടനെ ഹദീസ് ക്ലാസ് ആരംഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.